ഇന്ത്യയുമായി അതിർത്തി തർക്കവും നയതന്ത്ര അസ്വാരസ്യങ്ങളും കനത്തു നിൽക്കുന്ന ഒരു അയൽ രാജ്യമുണ്ട്. പാകിസ്ഥാനോ ബംഗ്ലാദേശോ ഒന്നുമല്ല. പറയുമ്പോൾ ഇന്ത്യയുടെ സ്വന്തം അനിയൻ കുട്ടൻ എന്ന് പറയാവുന്ന ഒരു രാജ്യം, വഴിതെറ്റിപ്പോയൊരു അനിയൻ കുട്ടൻ, നേപ്പാൾ. നേപ്പാളിലെ പുതിയ പ്രധാനമന്ത്രി അറിയാമല്ലോ, ബാലൻ ഷാ. കടുത്ത ഇന്ത്യ വിരുദ്ധ വികാരം ആളിപ്പടർത്തി അധികാരത്തിൽ വന്ന ആളാണ്. ഈ സാഹചര്യത്തിലാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച നേപ്പാളിലെ ഒരു ഭരണകക്ഷി അധ്യക്ഷൻ രബി ലാമിച്ചാനെ ഡൽഹിയിലെ BJP ആസ്ഥാനത്തേക്ക് വരുന്നത്. പക്ഷെ അവിടെ അദ്ദേഹത്തെ കാത്തിരുന്നത് എന്താണെന്നോ, ചെണ്ടമേളങ്ങളും റോസാപ്പൂക്കൾ വിതറിയുമൊക്കെയുള്ള അസാധാരണമായിട്ടുള്ള വമ്പൻ സ്വീകരണമാണ്. എന്തായിരിക്കും ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ ഈ ഒരു നീക്കത്തിന് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം? കേവലം ഒരു ചായകുടി ചർച്ചയല്ല ഇത്. ഇതിന് പിന്നിൽ വലിയൊരു ഭൗമരാഷ്ട്രീയ അജണ്ടയുണ്ട്. പുതിയ നേപ്പാൾ പ്രധാനമന്ത്രി ബാലൻ ഷാ എല്ലാ രാജ്യങ്ങളുടെയും വിദേശ പ്രതിനിധികളെ പടിക്ക് പുറത്ത് നിർത്തിയിരിക്കുന്ന സമയത്താണ് നേപ്പാൾ ഭരണകക്ഷി നേതാവിന്റെ ഡൽഹിയിലേക്കുള്ള ഈ ഒരു എൻട്രി. ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി കാഠ്മണ്ഡുവിലേക്ക് നടത്താനിരുന്ന സന്ദർശനം പോലും ബാലൻ ഷാ കാരണം റദ്ദാക്കേണ്ടി വന്നിരുന്നു. പോരാത്തതിന് കഴിഞ്ഞ ഏപ്രിലിൽ അമേരിക്കൻ അംബാസിഡർ സെർജിയോ ഗോറിനെ കാണാൻ പോലും അദ്ദേഹം കൂട്ടാക്കിയില്ല. ഇന്ത്യ, ചൈന, അമേരിക്ക എന്നീ വൻ ശക്തികളിൽ ആരുടെയും പക്ഷം പിടിക്കാതെ കടുത്ത നിഷ്പക്ഷത നടിക്കാനും ബാഹ്യ സ്വാധീനമില്ലാത്ത സ്വതന്ത്ര നയം ഉയർത്തിപ്പിടിക്കാനും ഒക്കെയാണ് ബാലൻ ഷാ ശ്രമിക്കുന്നത്. പക്ഷെ നേപ്പാൾ ഭരണകൂടത്തിന് ഒരു കാര്യം നന്നായി അറിയാം: രാഷ്ട്രീയ പ്രസംഗം കൊണ്ടോ മുദ്രാവാക്യം കൊണ്ടോ യാഥാർത്ഥ്യങ്ങളെ മൂടിവെക്കാൻ പറ്റില്ല. അതിന് ഭൂമിശാസ്ത്രം മറിഞ്ഞു തന്നെ കളിക്കണം. ചുറ്റും കരയാൽ ചുറ്റപ്പെട്ട ഇന്ത്യയുമായി ഏതാണ്ട് 1800 കിലോമീറ്റർ അതിർത്തി പങ്കിടുന്ന നേപ്പാളിന് വ്യാപാരം, വലിയ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ, ഊർജ്ജ സഹകരണം, ഗതാഗത ശൃംഖലകൾ എന്നിവയ്ക്കെല്ലാം ഇന്ത്യയെ ആശ്രയിക്കാതെ ഒരടി മുന്നോട്ട് പോകാൻ കഴിയില്ല. രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ മാറിയേക്കാം, സർക്കാരുകൾ വീണേക്കാം, പക്ഷേ ഭൂമിശാസ്ത്രം എന്നും സ്ഥിരമാണല്ലോ. അതുകൊണ്ട് തന്നെയാണ് മുൻ മാധ്യമപ്രവർത്തകൻ കൂടിയായിട്ടുള്ള രബി ലാമിച്ചാനയുടെ ഈ ഡൽഹി സന്ദർശനത്തെ കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി അല്ലാതെ BJP-യിലൂടെ ഇത്രമാത്രം ആഘോഷിക്കുന്നത്. BJP-യുടെ നോ BJP ക്യാമ്പയിൻ, അതായത് BJP അറിയുക എന്ന ക്യാമ്പയിന്റെ ഭാഗമായി BJP അധ്യക്ഷൻ നിതിൻ നബീനെയും മറ്റ് മുതിർന്ന നേതാക്കളെയും കാണാനാണ് ലാമിച്ചാനെ എത്തിയത്. പാർട്ടി തലത്തിലുള്ള സമ്പർക്കം എന്ന് BJP പറയുമ്പോഴും രാഷ്ട്രീയ കണക്കുകൂട്ടലുകൾ വേറെ തന്നെയാണ്. കഴിഞ്ഞ മാർച്ചിലെ നേപ്പാളിലെ യുവതലമുറ നടത്തിയ വമ്പൻ പ്രക്ഷോഭത്തിലൂടെ KP ഒലി സർക്കാരിനെ താഴെ ഇറക്കിയാണ് ലാമിച്ചാനയുടെ രാഷ്ട്രീയ സ്വതന്ത്ര പാർട്ടി അധികാരത്തിലെത്തിയത്. അതിനുശേഷം കഴിഞ്ഞ 3 മാസത്തിനിടെ ഇരു രാജ്യങ്ങളിലെയും ഭരണകക്ഷികൾ തമ്മിൽ നടക്കുന്ന ആദ്യത്തെ സുപ്രധാന ചർച്ചയാണത്. ഒഫീഷ്യൽ നയതന്ത്ര വഴികളിൽ തടസ്സങ്ങൾ നേരിട്ടാലും രാഷ്ട്രീയ ചർച്ചകളുടെ വാതിലുകൾ തുറന്നു വയ്ക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഈ തകർപ്പൻ സ്വീകരണത്തിന് തൊട്ടു പിന്നിൽ കനലായി നിൽക്കുന്ന ഒരു തർക്കമുണ്ട്, അത് മറക്കാൻ പാടില്ല. കാലാപാനി, ലിബുലേഖ് ചുരം, ലിംബിയാതുര എന്നീ പ്രദേശങ്ങളെ ചൊല്ലിയുള്ള അതിർത്തി തർക്കം. ഇത്തവണത്തെ കൈലാസ മാനസരോവർ യാത്രയ്ക്കായി ഉത്തരാഖണ്ഡിലെ ലിബുലേഖ് ചുരത്തിലൂടെയും സിക്കിമിലൂടെയും നാഥുല ചുരത്തിലൂടെയും ഒക്കെയുള്ള പുതിയ റൂട്ടുകൾ ഇന്ത്യ പ്രഖ്യാപിച്ചതോടെ നേപ്പാൾ ചൂടായി. ലിബുലേഖ് തങ്ങളുടെ മണ്ണാണെന്നും അവിടെ ഇന്ത്യ യാതൊരു പ്രവർത്തനങ്ങളും നടത്തരുതെന്നുമൊക്കെ അവർ മുന്നറിയിപ്പ് നൽകി. എന്നാൽ ചരിത്രപരമായി യാതൊരു തെളിവുമില്ലാത്ത അവകാശവാദം ആണിതെന്നാണ് ഇന്ത്യയുടെ നിലപാട്. ടിബറ്റൻ പീഠഭൂമിക്ക് തൊട്ടടുത്തുള്ള ഈ പ്രദേശം സുരക്ഷാപരമായി കൂടി ഇന്ത്യയെ സംബന്ധിച്ച് അതീവ തന്ത്രപ്രധാനമാണ്. ഇവിടെ നിന്ന് നമുക്ക് ചൈനയുടെ ഉൾപ്രദേശങ്ങളെ പോലും സസൂക്ഷ്മം നിരീക്ഷിക്കാൻ കഴിയും. ഇവിടെ തന്നെ നേപ്പാൾ കയറി പിടിക്കണമെന്നുണ്ടെങ്കിൽ പിന്നിലെ കരാളഹസ്തങ്ങൾ ആരുടേതാണ് എന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. അടുത്ത കാലത്തായി നേപ്പാളിലെ യുവ വോട്ടർമാരെ കയ്യിലെടുക്കാൻ ബാലൻ ഷായും ലാമിച്ചാനയുടെ പാർട്ടിയും ഈ ഇന്ത്യ വിരുദ്ധ ദേശീയതാവാദം നന്നായി ഉപയോഗിച്ചിരുന്നു. വിദേശ ഇടപെടലുകളെ ചെറുക്കണം എന്നൊരു ആവശ്യമാണ് ഇവരെ ജനപ്രിയമാക്കിയത്. എന്നാൽ ഭരിക്കാൻ തുടങ്ങിയപ്പോഴാണ് കളി മാറിയത്. നേപ്പാൾ പാർലമെന്റിലെ തന്റെ ആദ്യ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി ബാലൻ ഷാ നടത്തിയ ആ തുറന്നു പറച്ചിൽ സ്വന്തം നാട്ടുകാരെ പോലും ഞെട്ടിച്ചു കളഞ്ഞു. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഇന്ത്യ മാത്രമല്ല നേപ്പാളിന്റെ ഭൂമി കയ്യേറിയിട്ടുള്ളത്, പലയിടങ്ങളിലും നേപ്പാളും ഇന്ത്യയുടെ ഭൂമി കയ്യേറിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. സ്വന്തം നാട്ടിലെ തീവ്ര ഇന്ത്യ വിരുദ്ധരിൽ നിന്ന് ഇതിന് ബാലൻ ഷായ്ക്ക് കടുത്ത വിമർശനം നേരിടേണ്ടി വന്നെങ്കിലും കടുത്ത വാദങ്ങളിൽ നിന്ന് മാറി കുറച്ചുകൂടി സന്തുലിതമായിട്ടുള്ള ഒരു നിലപാടിലേക്ക് അദ്ദേഹം വരുന്നു എന്നതിന്റെ തെളിവായിരുന്നു ഇത്. പറഞ്ഞതിൽ ഒരു തരിമ്പ് വാസ്തവമില്ലെങ്കിലും ഇവിടെയാണ് ഇന്ത്യയുടെ നയതന്ത്ര ബുദ്ധി ജയിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ അയൽ രാജ്യങ്ങൾക്ക് പ്രഥമ പരിഗണന എന്ന നയം എത്രത്തോളം ശക്തമാണെന്ന് ഈ സന്ദർശനം തെളിയിക്കുന്നു. പരമ്പരാഗത നയതന്ത്ര വഴികൾക്ക് തടസ്സമുണ്ടാകുമ്പോൾ ദക്ഷിണേഷ്യയിൽ വളർന്നു വരുന്ന പുതിയ രാഷ്ട്രീയ ശക്തികളെ നേരിട്ട് സ്വാധീനിക്കുക എന്നതാണ് ഇന്ത്യയുടെ തന്ത്രം. അതിർത്തി സുരക്ഷയിലോ തന്ത്രപ്രധാനമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളിലോ കൈലാസപാതയിലോ തങ്ങളുടെ ദേശീയ താല്പര്യങ്ങളിൽ ഒരു ഇഞ്ച് പോലും വിട്ടുവീഴ്ച ചെയ്യാതെ തന്നെ അയൽക്കാരെ ചർച്ചകളുടെ മേശപ്പുറത്തേക്ക് കൊണ്ടുവരാൻ ഇന്ത്യക്ക് ഇന്ന് കഴിയുന്നുണ്ട്. ചുരുക്കത്തിൽ BJP ഓഫീസിലെ ആ ചെണ്ടമേളവും റോസാപ്പൂക്കളും വെറുമൊരു സൽക്കാരമല്ല, അത് ഇന്ത്യയുടെ നയതന്ത്ര ആത്മവിശ്വാസത്തിന്റെ മാസ് പ്രകടനമാണ്. ഒരു വശത്ത് അതിർത്തി ശക്തമായി കാക്കുമ്പോഴും മറുവശത്ത് വിയോജിപ്പുകളുള്ള അയൽ രാജ്യങ്ങളിലെ ഭാവി നേതാക്കൾക്ക് നേരെ സൗഹൃദത്തിന്റെ കൈനീട്ടാൻ മടിക്കാത്ത
സൂത്രശാലിയായിട്ടുള്ള ഇന്ത്യ. അതുകൊണ്ട് തന്നെയാണ് BJP ഓഫീസിൽ നിന്നുള്ള ആ ചിത്രങ്ങൾ ഡൽഹിക്ക് അപ്പുറവും വലിയ രീതിയിൽ ചർച്ചയാകുന്നത്. ഔദ്യോഗിക ബന്ധങ്ങളിൽ അസ്വാരസ്യങ്ങൾ നിലനിൽക്കുമ്പോഴും നേപ്പാളിലെ ഭരണകക്ഷി നേതാവ് നേരിട്ടെത്തി ഇന്ത്യയിലെ ഭരണകക്ഷി പാർട്ടിയുമായി ചർച്ച നടത്തുന്നു. അതിർത്തിയിൽ തർക്കങ്ങളുണ്ടാകാം, രാഷ്ട്രീയമായി വിയോജിക്കാം. പക്ഷേ ഇന്ത്യയുമായിട്ടുള്ള ചർച്ചകൾ പൂർണ്ണമായും ഉപേക്ഷിക്കുക നേപ്പാളിന് ചിന്തിക്കാൻ പോലും കഴിയില്ല എന്ന സത്യം കാഠ്മണ്ഡുവിലെ പുതിയ ഭരണാധികാരികൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. നയതന്ത്ര ലോകത്ത് വലിയ കരാറുകളെക്കാൾ ചിലപ്പോൾ പ്രാധാന്യം നേടുന്നത് ഇത്തരം പ്രതീകാത്മകമായിട്ടുള്ള നീക്കങ്ങളാണ്. ന്യൂസ് ഡെസ്ക് മലയാളം.